ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കനാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഓരോ ചിക്കനും വലിയ 4 പീസാക്കി നമുക്കത് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നും വലിയ ആഴത്തിൽ വരഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പച്ചമുളക് എല്ലാം ചേർത്ത് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് അരച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഓരോ ചിക്കൻ പീസിലോട്ടും ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് നല്ലപോലെ പിടിപ്പിച്ച് വയ്ക്കാം. നമ്മൾ ഓൾറെഡി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ ആകത്തക്ക രീതിയിൽ ഇത് നമുക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ പീസിലോട്ടും നമ്മുടെ മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ കൂടി നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി അത് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് വയ്ക്കാം, നല്ലപോലെ ഒന്ന് ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കുക്കിംഗ് റേഞ്ചിൽ ഗ്രിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതിൽ എല്ലാ പീസുകളും നമ്മൾ വച്ച് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഇത് വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം ഗ്രിൽ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി ഒന്ന് വച്ചിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, വേറെ പ്ലേറ്റിലും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് പക്ഷേ ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നമ്മൾ ഒരു അവക്കാഡോ ജ്യൂസ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവക്കാഡോ മുറിച്ച് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ അവക്കാഡോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രിൽ ചിക്കനിലോട്ട് പിന്നെയും പോകാം. നമ്മളിവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് കുക്കുമ്പറും സവോളയും ഒക്കെ എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാരങ്ങയും അതും ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് സൈഡിൽ വയ്ക്കാം. അപ്പം ഞങ്ങൾ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അവക്കാഡോ ജ്യൂസ് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അതിപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട്. ഈ ചിക്കനും അങ്ങനെ മീറ്റ് ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ നല്ല ജ്യൂസ് തണുത്ത എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ വയറിന് നല്ലൊരു സുഖം ഉണ്ടാവും കേട്ടോ. ഒരു ന്യൂ ഇയർ കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ പുതിനയില ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല സൂപ്പർ കോമ്പിനേഷനായിരുന്നു ചിക്കൻ്റെ കൂടി ആ ചട്നി. അപ്പോൾ ചേട്ടയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരായിരുന്നു കേട്ടോ കൂടുതലായിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് നടത്തിയത്. അപ്പോൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മളിതിന് ഫിനിഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കേക്ക് നഫിലേക്ക് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് റുമാല റൊട്ടിയാണ് കേട്ടോ. ഇതാണ് റൊട്ടിയുടെ വലിപ്പം. ഇതൊരു പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിൽ ഒരു പാക്കറ്റിൽ 4 എണ്ണം ഉണ്ടാവും. നമ്മളിത് കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. പീസ് എടുക്കുക. നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അത് ജിതിൻ നോട്ടം വെച്ചതായിരുന്നു. അല്ല, നീ കഴിച്ചോ? നീ വായിൽ വെച്ചോ? എന്നാ വച്ചോ കൊടുക്ക. അടിപൊളി. സൂപ്പർ. അടിപൊളിയാണോ? സൂപ്പർ.
അതെയോ, സൂപ്പറാണല്ലേ. ഓക്കെ, ഇതേ റൊട്ടി എടുക്കുക. റൊട്ടി ഉണ്ട് അത്ര കട്ടിയായിട്ടോ നേരത്തെ ഉണ്ടാക്കിയത്. 그렇지.